നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് അടീനിയത്തിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ 3 അടീനിയം ചെടി ഇതേ കണ്ടീഷനിൽ പോയി. ഇത് അവസാന ഘട്ടമാണ് ഞാൻ അറിഞ്ഞത്. അതായത് ചെടി നല്ല കരുത്തോടു കൂടി നിൽക്കുന്നു, കാണുമ്പോൾ നല്ല കരുത്തോടു കൂടി നിൽക്കുന്നു. ഏറ്റവും ടോപ്പിൽ പൂവുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അതിൻ്റെ ടോപ്പിൽ വളരെ കുറച്ച് സ്ഥലം മാത്രം പച്ച കളറിൽ നിന്നിട്ട് ബാക്കിയെല്ലാം മറഞ്ഞു വീഴുന്നു. അപ്പോൾ ആ ചട്ടി ഞാൻ പരിശോധിച്ച് അത് കവറിലായിരുന്നു. അതിൻ്റെ രണ്ടും ഡീറ്റെയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. നിങ്ങൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നോക്കാം. ഇത് നോക്കുക, ചെടി കാണുമ്പോൾ നല്ല വണ്ണുള്ള കോഡക്സ് ഒക്കെയാണ് കാണുന്നത്. തൊടുമ്പോൾ ഉള്ളിൽ പ്രസ്സായിപ്പോയി, എല്ലാം ഒന്നുമില്ല അതിൽ. ഇനി നോക്കുക, ഇതിങ്ങനെ വലിച്ചാൽ എടുക്കുമ്പോൾ അതിൻ്റെ കടലാസ് പോലെയാണ് അത് വരുന്നത്. ഈ ഭാഗം കടലാസ് പോലെ വന്നു, കണ്ടില്ലേ? കടലാസ് പോലുള്ള ഈ ഭാഗം വന്നു. ഇതിൻ്റെ കടഭാഗം നോക്കുക, അഴുകല്ല, അതിൻ്റെ ഉള്ളിലെ മജ്ജ കംപ്ലീറ്റ് നശിച്ചു പോയിട്ട് വെറും തോല്, അടീനിയത്തിൻ്റെ തോല് മാത്രമാണ് ഈ ചട്ടിയിൽ ബാക്കി. നമുക്കിതെന്താണെന്ന് പരിശോധിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥ പല ആളുകൾക്കും പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാകും. എനിക്ക് ഒരു 3 കൊല്ലം മുന്നേ ഒരു ചെടി ഇതേപോലെ കേട് വന്നപ്പോൾ ഞാനത് ഒന്ന് കീറി മുറിച്ച് പരിശോധിച്ചു. അതിലൊരു വിരയുടെ ഒരു പുഴുവിൻ്റെ ഒരു ശല്യം കണ്ടു. ഞാനത് ഇവിടെ ചാണകം നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മണ്ണിര കമ്പോസ്റ്റ് കിട്ടിയതായപ്പോൾ ചാണകത്തിൻ്റെ കട്ടകൾ, ചാക്കിലുള്ള കട്ടകൾ ആ 3 ചെടിയിൽ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ അന്ന് മുതൽ ആ പുഴു അതിനെ കണ്ട മുതൽ പിന്നെ ഞാൻ ചാണകം ചേർക്കുന്നില്ല, മണ്ണിര കമ്പോസ്റ്റാണ്. ഇപ്പം ഇവിടെ ഇരിക്കണേ ഈ ചെടി 3 ചെടി ഒരേപോലെ കേടുവന്നു. അപ്പം ഞാൻ അതൊന്ന് എല്ലാം ഈ പറഞ്ഞ മുന്നേ ചെയ്ത പോലെ തന്നെ. ഇപ്പം എനിക്കൊരു സംശയം, അത് ചീച്ചിലല്ല. ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടാൽ ആ ചെടി അഴുകി നിൽക്കുകയാണ്. കടഭാഗം ശരിക്കും പച്ച കളറിൽ ലിക്വിഡൊക്കെ ഇങ്ങനെ ഒലിച്ച് അത് ചീഞ്ഞൊരവസ്ഥയിൽ നിൽക്കുക. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അത് പകുതി ചീഞ്ഞ അവസ്ഥയിൽ കണ്ടിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ കണ്ടാൽ സാധാരണ യൂട്യൂബിൽ കാണുന്ന വീഡിയോയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, അത് പറിച്ചെടുക്കുന്നു, അതിൽ സാഫ് നന്നായി പുരട്ടുന്നു, പറിച്ചെടുത്തിട്ട് അതിലെ ചീഞ്ഞ ഭാഗങ്ങളൊക്കെ കളഞ്ഞ് സാഫ് നന്നായി പെട്ടുന്നു. 1 ആഴ്ച 2 ആഴ്ച. ചിലർ തല കുത്തനെ കെട്ടി തൂക്കണം എന്ന് പറയും, ചിലർ നേരെ കെട്ടി തൂക്കണം എന്ന് പറയും, ചില ആളുകൾ തണലത്ത് വെക്കണം എന്ന് പറയും, ചില ആളുകൾ വെയിലത്ത് വെക്കണം എന്ന് പറയും. അങ്ങനെ പല വീഡിയോ കണ്ടിട്ടുണ്ട്. ആ അടീനിയം ചിലപ്പോൾ രക്ഷപ്പെടും, വീണ്ടും മറ്റടീനിയത്തിന് ഇതേ പ്രശ്നം വരും. അപ്പോഴും നമ്മളെ ആളുകൾ ആകെ അറിയുന്ന സാഫ് പ്രയോഗത്തിലേക്കാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഫോട്ടോകളും വീഡിയോകളും കാണിച്ചു. ആ വീഡിയോയിൽ കാണുന്ന ഞാനിത് കീറി മുറിച്ചപ്പോൾ കണ്ട കാര്യങ്ങളാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒന്നുകൂടി അതിനെപ്പറ്റി പറയാം. ആ വീഡിയോയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണിക്കുന്നത് ഞാനത് കീറി മുറിച്ച് നോക്കി. അഴുകലല്ല എന്ന് എനിക്ക് മനസ്സിലായി, ഫംഗൽ ഇൻഫെക്ഷൻ അല്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മളെ സാഫ് കൊണ്ട് പ്രയോഗിച്ചാൽ തീരുന്ന കാര്യമല്ല. അപ്പോൾ ഞാനത് ഒന്ന് കീറിയപ്പോൾ ഞാൻ കണ്ടത് നമ്മളുടെ ഈ ചാണകപ്പുഴുവിൻ്റെ കുട്ടി പോലത്തെ ഒരു 2-3 പുഴുവിനെ കണ്ടു. ചാണകപ്പുഴുവിൻ്റെ കുട്ടി, അതായത് എല്ലാവർക്കും അറിയാം ചാണകപ്പുഴു നമ്മളെ എന്താ പറയുക, ചെമ്മീൻ്റെ ഷേപ്പിൽ ചുരുണ്ട് കിടക്കും. തൊട്ട് കഴിഞ്ഞാൽ കുറേ കാലുകളായിട്ടൊരു കൂർത്ത വായും, അതുകൊണ്ട് എല്ലാ സാധനങ്ങളും തുരന്നെടുത്ത് തിന്നുക. കൊമ്പൻചെല്ലിയുടെ പുഴുവാണ്. കൊമ്പൻചെല്ലി എന്നൊക്കെ പറയുന്ന അതിൻ്റെ പുഴുവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പുഴുവിനെ കണ്ടപ്പോൾ ഞാനത് എൻ്റെ ഈ ആദ്യം 3 കൊല്ലം മുന്നേ ഞാൻ വലിയൊരു പുഴുവിനെ കണ്ടിരുന്നു. അപ്പം ഞാനത് മറ്റെന്തെങ്കിലും പുഴു കയറി വെച്ചിട്ട് പുഴുവിനെ എടുത്തിട്ട് ആ ചെടി ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇറക്കി 2ാമത്തെ ചെടി നന്നായി. പക്ഷെ ഇപ്പോൾ എനിക്കൊരു 3 എണ്ണം നല്ല കരുത്തുള്ള വലിയ ചെടിയാണ് നഷ്ടപ്പെട്ടത്, നല്ല ഭംഗിയുള്ള ചെടിയാണ് നഷ്ടപ്പെട്ടത്. അപ്പം ഞാനത് നോക്കിയപ്പോൾ ഈ കൊമ്പൻചെല്ലിയുടെ പുഴു പോലെ വൈറ്റ് ഗ്രബ്സ് എന്ന് പറയുന്ന സാധനങ്ങളിലെ ആ വെള്ള കളറിലുള്ള ആ പുഴു, വണ്ട് പോലത്തെ അതിൻ്റെ പുഴുകളെ കണ്ടു. കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 1/2 സെൻറ്റിമീറ്റർ 3/4 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള പുഴു. ഞാൻ ഒന്നുകൂടി ആ ചെടി കീറി, ആ വീഡിയോയിൽ തന്നെ കാണാം, അത് ഒന്നുകൂടി ആ ചെടിയുടെ കടഭാഗം കീറി നോക്കുമ്പോൾ
ചെറിയ ചെറിയ വെള്ളപ്പുഴുക്കൾ. അപ്പം അത് ഈ ചീച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പുഴുക്കളല്ല. ഒന്നുകൂടി ഞാനത് മനസ്സിലാക്കിയപ്പോൾ ഈ വൈറ്റ് ഗ്രബ്സിൻ്റെ ചെറിയ പുഴുവാണ്. പിന്നെ കുറേ സ്ഥലത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ബോള് പോലത്തെ വെള്ള ഉണ്ടായിരുന്നു, മുട്ടകളും ഉണ്ടായിരുന്നു. പിന്നെ ഈ കട ഞാൻ കീറി പരിശോധിക്കും തോറും ബ്രൗൺ കളറിലുള്ള ഓരോ ലിക്വിഡുകൾ പല പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത പോലെ ഉണ്ടകളായിട്ട് കണ്ടു. അതായത് ഈ പുഴു, ഇതിൻ്റെ വലിയ പുഴു തിന്ന് കാഷ്ടിച്ചിട്ട് അതാണ് പിന്നെ അഴുകലായിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാവരും അത് സാഫ് ഉപയോഗിച്ച് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും ഈ വൈറ്റ് ഗ്രബ്സ്. പിന്നെ ഞാൻ നോക്കി എൻ്റെ ഈ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്ന ചെടിയുടെ കവറിലുള്ള ചെടി കീറി ഒന്നും കൂടിയും ക്ലിയർ ആയിട്ട് പരിശോധിച്ചപ്പോൾ ചെറിയ വണ്ടിൻ്റെ കുട്ടികൾ അതിൽ കണ്ടു. അപ്പോൾ മനസ്സിലായി വാഴയുടെ മാണം തുരക്കുന്ന, മാണവണ്ട് എന്നൊക്കെ പറയണ തണ്ട് തുരപ്പൻ എന്ന് പറയുന്ന ആ പുഴുവിൻ്റെ ആ വണ്ട്, അതായത് കുത്തി നമ്മളെ വാഴേനെ മറച്ചിടുന്ന ഉണ്ണിത്തണ്ടിനെയൊക്കെ നാശാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബ്രൗൺ കളർ ലിക്വിഡ് ഇങ്ങനെ ഒലിക്കുന്ന കാണാം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഈ അടീനിയം വെച്ചതിൻ്റെ തൊട്ടടുത്തൊക്കെ വാഴ വെട്ടിയിട്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ അതിലും ഈ പുഴുവിനെ കണ്ടു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ വാഴ തുറക്കുന്ന മാണവണ്ട് അല്ലെങ്കിൽ മാണപ്പുഴു അല്ലെങ്കിൽ വണ്ട്, അതുപോലെ കൊമ്പൻ ജെല്ലിയുടെ വിഭാഗത്തിൽപ്പെട്ട ഇങ്ങനെ ഈ കടഭാഗം കിഴങ്ങ് തിന്ന് നശിപ്പിക്കുന്നത്, നമ്മളെ വാഴയുടെ കിഴങ്ങിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ബ്രൗൺ കളർ ഡോട്ട്. പണ്ട് വാഴ നമ്മൾ വീട്ടിൽ വെക്കുന്ന സമയത്തൊക്കെ വെണ്ണീർ വരട്ടാൻ വേണ്ടിയിട്ട് വാഴ ഇതൊക്കെ ചെത്തി ഇതാക്കുമ്പോൾ കാണാം ആ വണ്ടും പുഴുവിനെയൊക്കെ കണ്ടിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ് ഇതിൽ കണ്ടത്. അപ്പം ഈ വൈറ്റ് ഗ്രബ്സ്, ഒരു വണ്ട് 100 കണക്കിന് മുട്ടയാണ് ഒരു അടീനിയത്തിൻ്റെ കോഡക്സിൻ്റെ എവിടെയെങ്കിലും ഒരു നമ്മൾ ജൈവവളം ഇട്ടിട്ട് ഒരു അഴുകൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒരു വണ്ട് കയറി അതിൽ മുട്ടയിടും. ഈ ഒരു വണ്ട് 100 കണക്കിന് മുട്ട ഇട്ടിട്ട് പോരും. ആ വണ്ട് വേറെ സ്ഥലത്തേക്ക് പോയാലും ഈ മുട്ട അതിൽ കിടന്നിട്ട് വിരിയാണ്. ഈ വിരിയുമ്പോഴാണ് ഏറ്റവും ടോപ്പ്, ഇതിൻ്റെ ലക്ഷണം നമുക്ക് കാണാം. ഏറ്റവും ടോപ്പ് ചിലപ്പോൾ ഒരു കരിച്ചിൽ പോലെ ഒരു ഫീൽ ചെയ്യും. ഈ വേര് ഭാഗമാണ് ആദ്യം ഇവർ തിന്നുക. ഈ ചെടിയുടെ വേര് ഭാഗം, അടീനിയത്തിൻ്റെ വേര് ഭാഗം ഇങ്ങനെ തിന്നാൻ തുടങ്ങും, നനുത്ത വേരുകൾ. അത് കഴിഞ്ഞിട്ട്, അതായത് ഉള്ളിലാട്ടാ, ഉൾഭാഗം തിന്നുക, പുറത്തല്ല. ഇത് ഈ കോഡക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു 100 കണക്കിന് മുട്ട ഈ മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞു പുഴുക്കൾ വരും. ഈ കുഞ്ഞു പുഴുക്കളുടെ പണി ആദ്യം ഈ നനുത്ത വേരുകൾ കോഡക്സുമായി അറ്റാച്ച് ചെയ്ത സ്ഥലങ്ങളുണ്ട്, ആ ഭാഗത്ത് തിന്നുകയാണ്. കാരണം അവിടെയാണ് ഇവർക്ക് ഈ ചെടിയുടെ വെള്ളം വലിച്ചിങ്ങനെ നമ്മൾ കൊടുക്കുന്ന വെള്ളം ഇതൊക്കെ വലിക്കുന്നത് കാരണം നനവ് കൂടുതൽ അവിടെ കിട്ടും. ആ വേര് കോഡക്സുമായി അറ്റാച്ച് ചെയ്തവിടെ ആ ഭാഗം മുഴുവൻ തിന്നും. അപ്പോൾ ഫസ്റ്റ് നമ്മളെ ചെടീൻ്റെ ഒരു ഭാഗം അവർ വിച്ഛേദിക്കുകയാണ്, കണക്ഷൻ മണ്ണുമായിട്ടുള്ള വിച്ഛേദിച്ചു. അതുകൂടെ ചെടിയുടെ ആരോഗ്യം കുറഞ്ഞു. ആരോഗ്യം കുറഞ്ഞപ്പോൾ ചെടി ഒന്ന് ഷൈ ആവാൻ തുടങ്ങി. അത് നമുക്ക് അറിയില്ല പെട്ടെന്ന്, കാരണം ഇതിൽ കോഡക്സിൽ വെള്ളം സംഭരിച്ചിട്ടുണ്ട്. ഈ അവസ്ഥ ഈ വൈറ്റ് ഗ്രബ്സിന് വളരെ സന്തോഷമാണ്. കാരണം അവർ അതിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞു പുഴുക്കൾ ഇതിൻ്റെ ഓരോ അടിഭാഗത്ത് ഇങ്ങനെ തിന്ന് അവർ വലുതാവും തോറും ഈ അടിയിൽ നിന്ന് പച്ചപ്പ് ചെടിയുടെ കരുത്ത് കുറഞ്ഞുവല്ലോ, കാരണം വേരായിട്ട് ബന്ധമില്ലല്ലോ. അപ്പൊ പിന്നെ ആകെ പച്ചപ്പും ചെടിയുടെ കരുത്തുള്ളതും മേലേക്കാ, തണ്ട് തൊട്ട് മേലേക്കാ. ഇവരെന്താ ചെയ്യറിയോ, ഈ കോഡക്സിൽ നിന്ന് സെൻട്രലിലേക്ക് പോകുന്ന തണ്ടിന്റെ ഉൾഭാഗം തിന്ന് 100 പുഴു വലുതാവും. ഈ 100 കുഞ്ഞു പുഴുക്കളും വലുതായിട്ട് തിന്ന് ഏറ്റവും ടോപ്പ് എത്തും. ഈ ടോപ്പ് എത്തുമ്പോഴും ഇതൊരു ഗോപുരം പോലെ ഈ ചെടി ഇങ്ങനെ നിൽക്കൂട്ടോ. കാരണം എന്താ, ഇതിൻ്റെ ഈ സ്കിന്ന്, പുറത്തെ തൊലിയും കുറച്ച് മജ്ജ ഇങ്ങനെ നിൽക്കും. ബാക്കി ഇതിൻ്റെ നടുഭാഗത്തു നിന്ന് തിന്ന് അതിൻ്റെ ടോപ്പിലേക്ക് പോകും. ടോപ്പ് എത്തുമ്പോൾ ആ സമയത്ത് പൂ ഉണ്ടാവണ കാണാം. ഇന്ന് കണ്ട ചെടി പെട്ടെന്നൊരു വാട്ടം. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആ തണ്ട് ഭാഗത്തിന് യാതൊരു കേടും ഉണ്ടാവില്ല, അടി പൊള്ളച്ച് നിൽക്കുന്നുണ്ടാവും. ആ അടി പൊള്ളച്ച് നമ്മുടെ ഫിസിക്കലി നമ്മൾ കാണുമ്പോൾ നല്ല നീറ്റായിട്ട് കാണുന്നത് കൊണ്ട് നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ ഒരു വിരലങ്ങോട്ട് വെക്കുന്നതോട് ഉള്ളിലേക്ക് പോകും. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്, ഇപ്പം ഞാൻ ഈ എൻ്റെ കയ്യിലുള്ള ഈ 3 അടീനിയം ചെടി ഡാമേജ് ആയപ്പോൾ ആ ചെടി എടുത്ത് ആ ചെടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ നോക്കി. അപ്പോൾ നമ്മൾ ഏത് ചെടിയിലാണോ വേപ്പിൻ പിണ്ണാക്ക് ഇടാൻ മറന്നുപോയത് എന്നെനിക്ക് തോന്നുന്നു, വേപ്പിൻ പിണ്ണാക്ക് കീടങ്ങളെയൊക്കെ ഒരുവിധം നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ഈ ചാണകപ്പൊടി കൂടുതൽ ഉപയോഗിക്കുന്നത് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഇനി ഇങ്ങനെ ഒന്ന് കാണുകയാണെങ്കിൽ ചെയ്യാവുന്നത്, ഏതെങ്കിലും പെസ്റ്റിസൈഡ് ഉപയോഗിക്കാൻ നമ്മൾ പറയില്ല, പക്ഷേ പെസ്റ്റിസൈഡ് നിങ്ങൾക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ്
നമ്മളുടെ അഡീനിയം ചെടിക്ക് ഇങ്ങനെ ഒരു അസുഖം കാണുകയാണെങ്കിൽ ചെടിയുടെ കടക്കിലേക്ക് കലക്കി ഒഴിക്കുകയോ അല്ലെങ്കിൽ ഈ ചെടി പറിച്ച് ഈ പെസ്റ്റിസൈഡ് കലക്കി ഇതിലേക്ക് മുഖ വീര്യം കുറഞ്ഞ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ജൈവ കീടനാശിനികളായിട്ടുള്ള പല സാധനങ്ങളും കിട്ടും. നമ്മൾ കുറച്ച് നേരം അതിൽ മുക്കി വെച്ചാൽ മതി. ഏതെങ്കിലും സ്ഥലം ഇപ്പോൾ വെണ്ണീറൊക്കെ അല്ല ചാണകവെള്ളമൊക്കെ കലക്കിയിട്ട് ആളുകൾ ഈ വാഴയുടെ ഇത് ചെയ്യണ പോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അസുഖമുള്ള ഭാഗം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് കട്ട് ചെയ്ത് ചെത്തി വൃത്തിയാക്കി കടഭാഗം വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മാത്രം ഒരു വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് സാധനങ്ങൾ ഒന്ന് മുക്കുകയോ അല്ലെങ്കിൽ അടിയിൽ വെറുതെ ചെടിയുടെ മേലെ സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഈ ചെടിയുടെ വേര് പടലത്തിൻ്റെ ഭാഗത്ത്. പിന്നെ നിങ്ങൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല കരുത്ത് കിട്ടാൻ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും വാമൊക്കെ കൊടുത്ത് നല്ല കരുത്ത് കിട്ടിയാലും ചെടിക്ക് അസുഖമൊന്നും ബാധിച്ചിട്ടില്ലെങ്കിലും ഈ പ്രശ്നങ്ങൾ വരാതിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഈ വാഴയൊക്കെ കൂടുതൽ സ്ഥലത്തുങ്ങളിൽ നിന്ന് ഈ സാധനങ്ങൾ വരും. അപ്പോൾ എപ്പോഴും നിങ്ങളെ ചെടിയുടെ കടഭാഗം മണ്ണ് കാണുന്ന ആ ഭാഗം വൃത്തിയായിട്ട് വല്ല കീടങ്ങളുണ്ടോ ഒക്കെ നമുക്ക് കാണുന്ന തരത്തിലേക്ക് എത്തിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊട്ട് നോക്കുക അതിൻ്റെ കടഭാഗം. അപ്പോൾ ഈ വൈറ്റ് ഗ്രബ്സിൻ്റെ അസുഖം അല്ലെങ്കിൽ പ്രശ്നം ആർക്കെങ്കിലും കണ്ട് ഈ നിന്ന നിപ്പിൽ ഇതെല്ലാം ഇടിഞ്ഞു വീഴുക, എത്ര നമ്മൾ സാഫ് കൊടുത്താലും മറ്റ് സാധനങ്ങൾ കൊടുത്താലും അസുഖം മാറാതിരിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം അഡീനിയത്തിലുണ്ട് കേട്ടോ. യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കായി ഞാനത് പറഞ്ഞു തരികയാണ്. അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ചെള്ളിനെ പിടിക്കുന്ന കെണി നമ്മൾ വെച്ച് കൊടുക്കണം. കാരണം അത്രയും വില കൂടിയ വലിയ അടീനിയം 1000-ൻ്റെയും 2000-ൻ്റെയൊക്കെ അല്ലെങ്കിൽ അതിലേറെ വില കൂടിയ അടീനിയൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വൈറ്റ് ഗ്രബ്സിൻ്റെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ചെടി പറിച്ചെടുക്കുക, വൃത്തിയാക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ സാഫോ മറ്റേ ഏതെങ്കിലും ചെറിയ തോതിലുള്ള ഓർഗാനിക് ആണെങ്കിൽ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ സാധനമാണെങ്കിലും ചെടിയുടെ കോഡക്സ് ഭാഗത്തൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഉണക്കിയതിന് ശേഷം നടുക. അപ്പോൾ ഈ ഗ്രബ്സിൻ്റെ അത് കണ്ടുവെച്ചാൽ അത് ഫംഗസ് അല്ല, ഫംഗസ് ആണെന്ന് കരുതിയിട്ട് രാവിലെയും വൈകുന്നേരം കുറേ നേരത്ത് സാഫ് കലക്കി ഒഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ ആ സാഫ് വെറുതെ കളയാന്നേ ഞാൻ പറയുന്നുള്ളൂ. അതെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ചെടിയെങ്കിലും നിങ്ങൾ ഞാൻ നോക്കിയ പോലെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചെടിയും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.